ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ യോജിച്ച് അതിനോട് പോകാൻ പറ്റുന്നത് അത്തരത്തിലേക്ക് മൂല്യനവീകരിച്ചൊരു ഗുരുവാണ്. ശങ്കരാചാര്യസ്വാമി വരെയുള്ളവർ ചെയ്തു വെച്ചിരുന്ന അദ്വൈത സിദ്ധാന്തത്തിനെ പിന്നീട് പലരും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗുരുക്കന്മാരുടെയും കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തു. പിന്നീട് വന്ന ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന മഹാഗുരു അതിൽ വന്നിട്ടുള്ള തെറ്റായ ധാരണകളെ തിരുത്തിയാണ് ഗുരു അതിനെ അവതരിപ്പിച്ചത്. ഇപ്പൊ ശങ്കരാചാര്യസ്വാമിയെയും ഗുരുവിനെയും കമ്പയർ ചെയ്തുകൊണ്ട് പല ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുക്കന്മാരെ കമ്പയർ ചെയ്യാൻ ഞാൻ ആളല്ല. എല്ലാ ഗുരുക്കന്മാരും ഗുരു എന്ന വാക്കിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഗുരുക്കന്മാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അവരെല്ലാം ഒന്ന് തന്നെയാണ്. ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞത് ഒരു സത്യമാണെങ്കിൽ അവർ നിലനിന്നതും ഒരേ സത്യത്തിൽ തന്നെയാണെങ്കിൽ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? ശങ്കരാചാര്യസ്വാമിയെ തത്വത്തിൽ ഗുരു പിൻപറ്റി, അതല്ല ഗുരു ശങ്കരാചാര്യസ്വാമിയെ പിൻപറ്റിയില്ല. അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തർക്കങ്ങൾക്കൊന്നും വിഷയമില്ല. അദ്വൈതം തന്നെയാണ് ദർശനം. ശങ്കരാചാര്യസ്വാമിക്ക് മുമ്പുള്ളവരും പിൻപറ്റി വന്നതും അല്ലെങ്കിൽ ഫോളോ ചെയ്തതും അവർ അനുഭവിച്ചറിഞ്ഞതും ഈ അദ്വൈതത്തെ തന്നെയാണ്. രണ്ടില്ലാത്തത്, ഇവിടെ ഒന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ മധ്വാചാര്യരും രാമാനുജാചാര്യരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതിനെ അവരുടേതായ തലത്തിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു, അത്തരത്തിലേക്ക് കൊണ്ടുവന്നു. ഭഗവത്ഗീതയെ പോലും അവർ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ ആളല്ല കുറ്റം പറയാൻ, അത് അവരുടെ കാഴ്ചപ്പാടാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചാർവാക ദർശനം നിലനിന്നൊരു മണ്ണാണ് ഭാരതം. ഈശ്വരനില്ല, ശൂന്യതയെ പറ്റി പറഞ്ഞു, അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഗുരുക്കന്മാരാണ് ഭാരതത്തിന്റെ മൂല്യം. ഈ ഭാരതം എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ കാണണം? ഭാസിക്കുന്നതാണ് ഭാരതം. ഭാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശിക്കുക. പ്രകാശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അന്ന് ഈ ലോകത്തിനെ കണ്ട ഗുരുക്കന്മാർ കണ്ടതെല്ലാം ഭാരതമാണ്. അവർക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടല്ല ഭാരതം എന്ന വാക്കെടുത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചത്. ഭാരതത്തിൻ്റെ രൂപമാണോ കാണിച്ചേ? അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഭാരതത്തിൻ്റെ ബോർഡറുള്ള രൂപമാണോ കാണിച്ചേ? അല്ല. അതിനുപരി ഈ മഹാഗുരുക്കന്മാരൊക്കെയും നമുക്ക് വേണ്ടി പകർന്നു തന്നത് വിശ്വം ഒന്നാണ്, ഈ ലോകമൊന്നാണ്, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരേ ഒരു ആത്മാവിനാണ് എന്നാണ്. ഈശാവാസ്യത്തെയൊക്കെ ഗുരു പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഗുരു അതിനെയൊക്കെ മൂല്യനവീകരിച്ച് വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യസ്വാമി അതിന് ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതിനെ ശങ്കരാചാര്യസ്വാമി നോക്കിക്കാണുന്നത് ഈശാവാസ്യം ഇതം സർവം, ഈശൻ മൂടപ്പെടുന്നു എന്നാണ്. വാസ്യം എന്ന് പറഞ്ഞാൽ മൂടപ്പെടുന്നത്, വസ്ത്രം എന്ന് പറയത്തില്ലേ, ധരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്നതാണ് വസ്ത്രം എന്ന് പറഞ്ഞതുപോലെ ശങ്കരാചാര്യസ്വാമി അതിനെ നോക്കിക്കണ്ടത് മറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഗുരു അതിനെ തിരുത്തി എഴുതി. ഈശാവാസ്യമിതം സർവം, ഈശ ആവാസ്യമിതം സർവം. ഈശൻ വസിക്കുന്നു ജഗത്തിലെല്ലാം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നാം ചരിക്കമുക്തനായി ആശിക്കരുത് ആരുടെയും ധനം, അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങി അസംഗനായിരിക്കാൻ. ഈ അല്ലെങ്കിൽ എന്നുള്ള വാക്ക് ഗുരു എഴുതി ചേർത്തതാണ്. മൂലകൃതിയായ സംസ്കൃത കൃതിയിൽ അല്ലെങ്കിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? ജ്ഞാനകർമ്മ സമുച്ചയം. ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നുകിൽ അല്ലെങ്കിൽ, ഇത് രണ്ടുകൂടെ ചേർത്ത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഒന്നീ ജ്ഞാനത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ കർമ്മമാർഗത്തിൽ ചരിക്കുക. കർമ്മമാർഗം എന്താണ് ഗുരു പറഞ്ഞത്? ഈ ചെയ്യുന്നതൊന്നും എൻ്റെ മിടുക്കുകൊണ്ടല്ല, ഒന്നിനോടും പറ്റലില്ലാതെ, ഇത് എൻ്റേതാണ്, അത് എനിക്ക് സ്വന്തമാണ് എന്നുള്ള പറ്റലില്ലാതെ കർമ്മം ചെയ്യുക. ഈ രണ്ട് മാർഗവും സ്വീകരിക്കാം കേട്ടോ. ഇതിനെ രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. ജ്ഞാനകർമ്മ സമുച്ചയം പാടില്ല.
രണ്ട് നിറമുള്ള കയറുകൾ തമ്മിൽ കൂട്ടിപ്പിറച്ച് കഴിഞ്ഞാൽ രണ്ട് കളറും മുഴച്ചിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ വേണ്ടത് സമന്വയമാണ്. ജ്ഞാനകർമ്മ സമന്വയം. സമുച്ചയം ഒരിക്കലും ഒത്തുപോവില്ല. ഒരേ സമയം രണ്ട് വള്ളത്തിൽ കാലിയാട്ടുന്ന അവസ്ഥയാവും. ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ലോകത്തുള്ള മഹാഗുരുക്കന്മാർ എഴുതിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ്. എന്തുകൊണ്ട് ആധ്യാത്മിക ഗ്രന്ഥം എന്ന് പറയുന്നത്? ആധ്യാത്മികത എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയതയും ഭൗതികതയും. നമ്മളതിനെ രണ്ടായിട്ടാണ് കാണുന്നത്, അല്ലേ? നമ്മളതിനെ രണ്ടായിട്ടല്ലേ കാണുന്നത്? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ആത്മീയമായി കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള കഴിച്ചു, അല്ലേ? ഈ ആത്മീയതയും ഭൗതികതയും രണ്ടാണോ? ആത്മീയതയും ഭൗതികതയും രണ്ടല്ല, ഇത് ഒരുമിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് രണ്ടല്ലാത്തതെന്ന് പറഞ്ഞത്, അദ്വൈതം. ആധ്യാത്മികതയില്ലാതെ ഭൗതികതയില്ല, ഭൗതികതയില്ലാതെ ആധ്യാത്മികതയില്ല. ശ്രേയസ്സും വേണം, പ്രേയസ്സും വേണം. ഹോമമന്ത്രം ചൊല്ലാൻ അറിയുന്നവരുണ്ടോ? ഗുരു എഴുതിയ ഹോമമന്ത്രം അറിയാമോ? വൈദിക കർമ്മങ്ങളെയൊക്കെയും മൂല്യനിർവീകരിച്ച് ഗുരു എഴുതിയ ഹോമമന്ത്രം. ഋഷി എന്ന തലത്തിലേക്ക് ഗുരുവിനെ ഉയർത്തപ്പെട്ട ഹോമമന്ത്രം. ഒരു മന്ത്രം ചമയ്ക്കുവാൻ ഒരു ഋഷി വേണം, ഛന്ദസ് വേണം. ഛന്ദോബദ്ധമല്ലാത്ത മന്ത്രങ്ങളുമുണ്ട്, ഇത് ഛന്ദോബദ്ധമല്ല. ഛന്ദസ് എന്ന് വെച്ചാൽ മീറ്റർ വേണം, അതിനൊരു ദേവത വേണം. ഛന്ദോബദ്ധമല്ലാത്ത ദേവതയുള്ള മഹാഗുരു നാരായണ ഗുരു എന്ന ഋഷി രചിച്ച മഹാമന്ത്രമാണ് ഹോമമന്ത്രം. ആര്യസമാജത്തിലെ വൈദികരായിട്ടുള്ള ഗുരുക്കന്മാർ ശിവഗിരി മഠം സന്ദർശിക്കുകയും ഈ വൈദിക കർമ്മങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്തപ്പോൾ ഗുരു പറഞ്ഞു, ശരി, നാളെ നമുക്ക് ശിവഗിരിയിൽ ഒരു ഹോമം നടത്താം. അങ്ങനെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഹോമം നടത്തുന്ന സമയത്ത് ഗുരു ഒരു തുണ്ട് കടലാസിൽ എഴുതി കൊടുത്താൽ ആ ഗുരുക്കന്മാർ അത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് സംഹിതകളിൽ നിന്ന് നഷ്ടപ്പെട്ട മന്ത്രം പോലെ ഉണ്ടല്ലോ. അല്ല, ഇത് നാം ഇപ്പം ചമച്ചതാണ്. ചൊല്ലാറുണ്ടോ? ഉണ്ടോ? മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുന്ന വിധമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ദിവസവും ഹോമം നടത്താറുണ്ട് എൻ്റെ വീട്ടിൽ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ ഹോമമന്ത്രം, ഓം അഗ്നേ തവയത്തേജസ്തദ്ബ്രാഹ്മം അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി തുദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിർ ഇതി സപ്തജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. കേൾക്കാറുണ്ടോ? ഗണപതി ഹോമം നടത്തുമ്പോൾ ഹോമമന്ത്രം ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അല്ലയോ അഗ്നി, നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. നമ്മൾ അഗ്നിഹോത്രം നടത്തുമ്പോൾ അല്ലെങ്കിൽ യാഗം നടത്തുമ്പോൾ അതിൽ ജ്വലിപ്പിക്കുന്ന അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബൃഹത്തായത്, വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ അറിവാണ്. വേറെ ഒന്നും വളരുന്നില്ല, അല്ലേ? ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള നമ്മുടെ അറിവിന്റെ പരിമിതി എത്രയും വ്യാപിക്കുന്നോ അത്രയും ബൃഹത്താവും നമ്മൾ, അത്രയും വ്യാപരിക്കും നമ്മൾ, അല്ലേ? അപ്പോ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ തന്നെയാണ് അഗ്നിയായിട്ട് കാണേണ്ടത്. അതിലേക്ക്, ആ അഗ്നിയിലേക്ക് നമ്മുടെ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമാകുന്ന സമിത്തുക്കളെയാണ് ഹോമിക്കുന്നത്. പിന്നെ ഉള്ളത് ഞാൻ മാത്രമാണ്. അഹമിത്യാജ്യം ജുഹോമി, ഞാനാകുന്ന നെയ്യും ഹോമിക്കുന്നു. നെയ്യ് ആത്മാവിന്റെ പ്രതീകമാണ്. ശബരിമല പോകുമ്പോൾ കെട്ടുനിറയ്ക്കുന്ന കണ്ടില്ലേ? ആത്മാവിന്റെ പ്രതീകം. ആത്മാവാരാ? ഞാൻ തന്നെ. അഹം ബ്രഹ്മാസ്മി, അല്ലേ? അപ്പൊ ആത്മാവിന്റെ പ്രതീകമായിട്ടാണ് നെയ്യ് തൂവുന്നത്. അപ്പൊ നെയ്യും സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്തുണ്ട്? ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ പിന്നെന്തുണ്ട്? അഗ്നി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അറിവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അറിവല്ലാതെ വേറൊന്നുമില്ല.
എൻ്റെ മുമ്പിൽ കാണുന്നതും എൻ്റെ അകത്തുള്ളതുമെല്ലാം ഒരേ അറിവാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. ദൈവദശകം ചൊല്ലിയപ്പോഴാണ്. ദൈവദശകം എല്ലാവരും ചൊല്ലി പഠിക്കണം കേട്ടോ. നല്ല ട്യൂണിൽ ചൊല്ലും, തെറ്റുകൂടാതെ എല്ലാം പഠിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് 1-2 വേദികളിൽ ദൈവദശകം മത്സരങ്ങളിൽ പങ്കെടുത്തതാണ്. കണ്ടതാണ്. അതിൻ്റെ ജഡ്ജസ് പോലും കുട്ടികൾ ചൊല്ലുന്നതിനെ തിരുത്താൻ ശ്രമിക്കാറില്ല. ഗുരു എഴുതി വെച്ചതുപോലെ മാത്രമേ ചെല്ലാൻ പറ്റുമെന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ചൊല്ലി മനസ്സിലാക്കുമ്പോൾ മനനാത്രായതേ ഇതി മന്ത്ര എന്നാണ് മന്ത്രത്തിന് ഡെഫിനിഷൻ. മനനത്തിലൂടെ എന്താണോ നമ്മളെ ത്രാണനം ചെയ്യുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുന്നത്, അതാണ് മന്ത്രം. ഏത് മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥമറിഞ്ഞ് ഉച്ചരിക്കുമ്പോഴാണ് അത് നമ്മളെ അറിവിൽ ഉയർത്തുന്നത്. അറിവിന് മാത്രമേ നമ്മളെ ഉയർത്താൻ പറ്റൂ. നമ്മൾ പ്രതീകാത്മകമായി ചെയ്യുന്ന എന്ത് കാര്യങ്ങളെ അറിഞ്ഞ് ആചരിക്കണം. അറിഞ്ഞാചരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും 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 ഒന്നാമത്തെ പടിയിൽ നിൽക്കേണ്ടി വരുന്നത്. ആധ്യാത്മികതയുടെ ഒന്നാമത്തെ പടി. ഒരു നീന്തൽ പഠിക്കുന്ന കുട്ടിക്ക് ആദ്യം ഭാരമുള്ള അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ വസ്തു ഇട്ട് കൊടുക്കും അല്ലേ? അതിൻ്റെ മുകളിൽ കിടന്ന് നീന്തൽ പഠിക്കാം. കുറച്ച് കഴിയുമ്പം പിന്നെ അത് വേണ്ട, അല്ലാതെ നീന്താം അല്ലേ? പക്ഷേ നമ്മളെന്നും ആചാരാനുഷ്ഠാനങ്ങളുടെ തലത്തിൽ മാത്രം നിന്നു. ഇത് എന്തിനാണെന്ന് പോലും അറിയില്ല. എന്തിനാണെന്ന് അറിയാത്തിടത്തോളം കാലം അതിൽ നിന്ന് ഉയരാൻ കഴിയില്ല. മന്ത്രങ്ങളാണെങ്കിലും പൂജകളാണെങ്കിലും അതിനൊക്കെ ഉള്ളിലുള്ള ഡയലറ്റിക്സ്, അതിലെ യോഗയുക്തി, വിളക്ക് കത്തിക്കുന്ന എന്തിനാണ്? നിത്യഗുരു എഴുതിയൊരു പുസ്തകമുണ്ട്, ഹിന്ദുമത പ്രവേശിക, വായിക്കണം. ഈ ഓരോ വിഗ്രഹങ്ങളുടെയും പ്രതീകാത്മകത എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് ഗുരു എഴുതിയിട്ടുണ്ട്. വിനായകൻ എന്താണ്, മഹാദേവൻ എന്താണ്, ദേവി എന്താണ്, ഭദ്രകാളി എന്താണ് എന്നൊക്കെ. എന്താണ് ഭദ്രകാളി? ഗുരുവിൻ്റെ ഭദ്രകാളി നാക്ക് ദംഷയൊക്കെ കാട്ടി നിർത്തുന്ന ഭദ്രകാളി അല്ല. കോലത്തുകര ക്ഷേത്രത്തിലെ ഉഗ്രമൂർത്തിയായ ഭദ്രകാളി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് അത് പരിപാലിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇളക്കി പ്രതിഷ്ഠിക്കാൻ പല പ്രമുഖരായ തന്ത്രികളുടെ അടുത്ത് ചെന്നിട്ടും അവർക്കൊന്നും പറ്റിയില്ല. ഏറ്റവും ഒടുവിൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു വന്നു, ശിവലിംഗ പ്രതിഷ്ഠ റെഡിയാക്കാൻ പറഞ്ഞു. അത് ശരിയാക്കി വെച്ചു. വളത്തേക്ക് കൊണ്ട് ശിവനെ പ്രതിഷ്ഠിച്ചു. ഇത് പുറത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു അന്തിത്തിരി പോലും ആരും കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഗുരു ശ്രീമച്ഛങ്കരപാണി പല്ലവകിരല്ലോലംബം ആലോലസന്മാലോല കലാപകാളകബരീ ഭാരാവലീ ഭാസുരീം കാരുണ്യാമൃതവാരിരാശിലഹരീ പീയൂഷവർഷാവലീം ബാലാംബാം ലളിതാളകാം അനുദിനം ശ്രീഭദ്രകാളീം ഭജേ ഹേലാദാരിദാരികാസുരശിര ശ്രീവീരപാണോന്മദശ്രേണി ശോണിതശോണിമാധരപുടീം വീടീരസാസ്വാദിനീം പാടീരാദിസുഗന്ധിചൂചുകതടീം ശാടീകുടീരസ്തനീം ഘോടീവൃന്ദസമാനധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേ. മുഴുവൻ ചൊല്ലാൻ സമയമില്ല, എനിക്ക് സമയപരിമിതിയുണ്ട്. ആരെങ്കിലും ചൊല്ലാറുണ്ടോ ഭദ്രകാളി അഷ്ടകം? വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് നാമം ചൊല്ലുമ്പോൾ ചൊല്ലാറുണ്ടോ? ഒന്ന് കൈവക്കാവോ ചൊല്ലുന്നവർ? ഒരാളുണ്ട്. അത് ചൊല്ലിയാനുള്ള ഗുണം എന്താ അറിയോ? അതിൻ്റെ ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ദേവീ പാദപയോജന പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഘനാനിലായിതമിതം പ്രാതപ്രഗേയൻ പഠൻ. രാവിലെ ചൊല്ലണം. ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീ മനപായിനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. ശ്രേയസ്, ശിവകീർത്തി, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാവാൻ അത് മതി. കമ്പൽസറി ചൊല്ലണം, അർത്ഥം അറിഞ്ഞ് ചൊല്ലണം. വ്യാഖ്യാനങ്ങൾ കിട്ടും. നാരായണ ഗുരുകുലം ഇതിൻ്റെ എല്ലാം വ്യാഖ്യാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞു ചൊല്ലണം, മന്ത്രങ്ങളെ അറിഞ്ഞു ചൊല്ലണം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുള്ള അമ്പാടി സുജി കുട്ടികൾക്ക് ദൈവദശകത്തിൻ്റെ
ഒരു മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ അത് എങ്ങനെ ചൊല്ലണമെന്നതിനെ പറ്റി ഒരു വോയിസ് ഇട്ട് കൊടുത്തത്, വീഡിയോ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും യേശുദാസ് പാടിയ ട്യൂണ് വിട്ടാരും പിടിക്കത്തില്ല. എന്നത് വിടുന്നോ അന്ന് അവരത് നന്നാക്കും. ദാസേട്ടൻ പാടിയ, ഞാൻ നല്ലൊരു സംഗീതത്തെ പ്രേമിക്കുന്ന ആളാണ് കേട്ടോ, യേശുദാസിനെയൊക്കെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അത് എഴുതിയത് ദക്ഷിണാമൂർത്തി സ്വാമി ആണെങ്കിലും ഒരു ഭക്തിഗാനത്തിൻ്റെ തലത്തിലാണ്. ഗുരുകുലം ദൈവദശകം ചൊല്ലുന്നത് ഓം ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഈ താളത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഓം ശാന്തി 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 എന്ന് നിർത്തും. നമഃശിവായ പഞ്ചാക്ഷരി മന്ത്ര അല്ലേ? ഓം നമഃശിവായ എന്തിനാ? മന്ത്രമാണ്. നമ്മൾ ഗുരു ബ്രഹ്മ ചൊല്ലും, അതും ചൊല്ലുമ്പോഴും ഏത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും നമ്മൾ ഇതൊക്കെ ശാന്തി തരുന്ന മന്ത്രങ്ങളാണല്ലേ. ഗായത്രി ചൊല്ലുമ്പോഴും ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം എന്ന് ചൊല്ലി ഏറ്റവും അവസാനം ഓം ശാന്തി ശാന്തി ശാന്തി. ആദിഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം, 3 തരത്തിലുള്ള ദുരിതങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഈ 3 ദുരിതങ്ങളിൽ നിന്നും ശാന്തി വേണം. അതിനുവേണ്ടിയാണ് നാം ഇതൊക്കെ ചൊല്ലുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു 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 എന്താ അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്ത് വേണം ഗുരുവിൻ്റെ ഓരോ വാക്കുകളെയും ഉച്ചരിക്കാൻ, ഗുരുവിൻ്റെ ഓരോ കൃതികളെയും ചൊല്ലുവാൻ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് വരെ മാറ്റാത്തൊരു കാര്യമാണത്. ദൈവദശകം എല്ലാവരും വീട്ടിൽ ചൊല്ലുന്ന ആൾക്കാരാണ്. ഒരു 10 തെറ്റ് ആര് ചൊല്ലിയാലും ഞാൻ എഴുതിത്തരാം. 10 തെറ്റ്. ഗുരുകുലത്തിൽ 7 വർഷം കൊണ്ടാണ് ദൈവദശകം പഠിപ്പിക്കുന്നത്. 7 വർഷം എടുക്കും. എന്നാൽ പഠിച്ചു തീരുമോ? ആഴമേറും നിന്മഹസാണ്. ആഴം ഏറിക്കൊണ്ടേയിരിക്കും. അതിൽ 2 സാഗരങ്ങളെ പറ്റി പറയുന്നുണ്ട്. തുടങ്ങുമ്പോൾ ഭവാബ്ധിയാണ്. എന്താണ് ഭവാബ്ധി? സംസാരസാഗരം, ദുരിതമാണ് അല്ലേ. എല്ലാവർക്കും ദുരിതമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അർജുനന് നേരെ വരുന്ന ശരങ്ങളെ പോലെ ഓരോ വിഷയങ്ങളാണ്. ബാങ്കിൽ CC അടയ്ക്കണം, കാറിൻ്റെ ലോൺ അടയ്ക്കണം, മോൻ്റെ ഫീസ് അടയ്ക്കണം. എങ്ങനെ ഇന്ന് തള്ളി നീക്കും അല്ലേ. ഇതിനെയൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ആരൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്? ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നിടത്ത് നമുക്ക് ഹൃദയം കൊണ്ട് ജീവിച്ച് ജീവിതം നയിക്കാൻ പറ്റും. ജീവിതം നയിക്കണം. നമ്മളെ നയിക്കുവാനൊരു തേരാളി ഇരിപ്പുണ്ട് അകത്ത്. ബോധമാകുന്ന കൃഷ്ണൻ, അല്ലെങ്കിൽ ബോധമാകുന്ന ഗുരു. ഗുരു എന്ന വാക്കിനെ മനസ്സിലാക്കണം. ഗു ഇരുട്ട്, രു രോധിക്കുന്നത്. ഇരുട്ടിനെ രോധിക്കുന്നതാണ് ഗുരു. ഇരുട്ടിനെ രോധിക്കുന്നത് എന്താണ്? ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് എന്താണ്? പ്രകാശമാണ്. പ്രകാശം എന്ന് വെച്ചാൽ വെറും പ്രകാശമല്ല, അറിവിൻ്റെ പ്രകാശം. അപ്പോൾ അറിവ് തന്നെയാണ് ഗുരു. ഈ ഒരു തലത്തിൽ ഗുരുവിനെ മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ഒന്നിനെയും പൂജിക്കാൻ തോന്നില്ലെന്നേ. എല്ലാത്തിലും ഗുരുവിനെ കാണാം. ലഘുവല്ലാത്തതാണ് ഗുരു. ഇനി ലഘുവാണോ? അണുവുമാണ്, അഖണ്ഡവുമാണ്. അണുവുമാണ്, തീരെ ചെറുതുമാണ്, വലുതുമാണ്. ഗുരു എല്ലാമാണ്, സർവമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല കേട്ടോ. ഒരു വ്യക്തിയാണോ ഗുരു? ഒരു വ്യക്തിയാണോ? അല്ല. സത്തായി നിന്ന് ഉപരിചിത്തായി, 2 ഒരു മുത്തായി, 3 അറിയും ഹൃത്ത് ഹൃദയം. അതാണ് എൻ്റെ വിഷയം ഇന്നത്തെ. ഹൃദയം. ലോകത്തുള്ള പല ഗുരുക്കന്മാരും അന്ന് ചെയ്തു വെച്ചതിനപ്പുറത്ത് ഗുരു ഒന്നിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്? ഗുരു മനുഷ്യന് പരിഗണന കൊടുത്തു. മറ്റുള്ളവർ കൊടുത്തില്ലെന്നല്ല, പക്ഷേ ഗുരുവിന് യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ ആ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തു നിന്നു ഗുരു. അനുകമ്പാദശകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ അരുളുള്ളവനാണ് ജീവി. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു പോകും അല്ലേ. അരുളുള്ളവനാണ് ജീവി.
ഗുരു എഴുതിയ മന്ത്രമാണ് നവാക്ഷരി മന്ത്രം. എത്ര പേര് ചൊല്ലും? നടരാജ ഗുരുവിനാൽ സ്ഥാപിതമായ നാരായണ ഗുരുകുലം, അവിടെ പിന്നീട് ഗൃഹസ്ഥരായ ശിഷ്യന്മാർക്കും അവരുടെ കൂട്ടായ്മ എന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിളുകൾ നടക്കുന്നുണ്ട്. ഗുരുകുലത്തിന്റെ പ്രത്യേകത, അവിടെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലാറുണ്ട്. വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഗുരുകുലത്തിൽ ശിവഗിരി പോയിട്ടുണ്ടോ? ഗുരുകുലത്തിൽ പോയിട്ടുണ്ടോ? കോളേജിന് നേരെ ഓപ്പോസിറ്റിൽ ഗുരുകുലമുണ്ട്. ഊട്ടിയിലാണ് ആദ്യമായിട്ട് ഗുരുകുലം സ്ഥാപിക്കുന്നത്. ഊട്ടിയിൽ നടരാജ ഗുരു ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഗുരുവിന്റെ ദർശനത്തെ പ്രസരിപ്പിച്ച് മഹാഗുരുവിന്റെ തമ്പി. ലോകത്ത് ഏതെങ്കിലും ഒരു ശിഷ്യനെ ഗുരു ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടരാജനെയാണ്. ഡോക്ടർ പൽപുവിന്റെ മകൻ നടരാജൻ, എനിക്കുള്ള മുഴുവൻ സ്വത്തും എൻ്റെ മക്കളെയും ഗുരുവിന് വേണ്ടി സമർപ്പിക്കാമെന്ന് പറഞ്ഞ് നടരാജൻ ഡോക്ടർ പൽപിനോട് ഗുരു ചോദിച്ചു മേടിച്ചു, നിന്റെ നടരാജനെ എനിക്ക് തന്നേക്കാൻ. എടുത്തോളം പറഞ്ഞു. അപ്പളെ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി. പോകുന്ന വഴിക്ക് നടരാജൻ ചോദിച്ചു, ഗുരുവേ, ഞാൻ അദ്വൈതാശ്രമത്തിൽ വന്നാൽ അവിടെ ചെലവ് കൂടില്ലേ? അവിടെ ഒരുപാട് സോപ്പ് കൂടെ കൂടുതലാവും, അത് ഞാൻ സഹിച്ചെന്ന് ഗുരു പറഞ്ഞു. തുണി നനയ്ക്കുന്ന ഒരുപാട് സോപ്പ് കൂടെ കൂടുതലായിട്ട് ചെലവാകും, അത് ഞാൻ സഹിച്ചു. ഡോക്ടർ പൽപ്പിനെ അറിയോ? ഇംഗ്ലണ്ടിലുമൊക്കെ പോയി പഠിച്ച്, അന്നത്തെ കാലത്ത് 100 വർഷം മുമ്പാണ്. അന്ന് മൈസൂർ രാജാവിൻ്റെ മെഡിക്കൽ അഡ്വൈസറാണ്. അന്ന് രാജാവിനും ഡോക്ടർ പൽപ്പിനും മാത്രമേ ഉള്ളൂ കുതിരവണ്ടി. അത്രയും ആർഭാടത്തിൽ ജീവിച്ചൊരു മകൻ അദ്വൈതാശ്രമത്തിലെ ചാണകം തളിച്ച തറയിൽ ഒരു പാവിരിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നത്, എന്നെ കൊണ്ട് ഗുരുവിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ്. അത്രയും ധനികനായ ഡോക്ടർ പൽപുവിന്റെ മകന് ഗുരുവാണ്, തമ്പി നീ പഠിക്കണം, നീ ഫ്രാൻസിൽ പോകണം എന്ന് പറഞ്ഞു വിടുന്നത്. മഹാഗുരുവിന്റെ ആത്മോപദേശം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആത്മോപദേശത്തിലെ 4 ശ്ലോകങ്ങളെ അധികരിച്ചുകൊണ്ട് ഫ്രാൻസിൽ പോയി ഡീലിറ്റ് ബിരുദം നേടി. ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യൻസിനെ കാണുന്നോണെ ഇവരെല്ലാം അങ്ങ് സങ്കല്പജീവികളാണെന്നൊരു ധാരണയുണ്ട്. കാരണം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും അവർക്കറിയില്ല എന്താണെന്ന്. ഗണപതി കാണുന്നോണെ എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ഗണപതി എന്താണെന്ന് ഗുരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വിനായകാഷ്ടകം നന്നായിട്ട് പഠിക്കുക, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് വിനായകൻ എന്ന്. വിനയിക്കുന്നവനാണ് വിനായകൻ. ഈ വിനായകൻ നമ്മളൊക്കെ ആയാൽ മതി, നല്ലൊരു ശിഷ്യനായി അല്ലെങ്കിൽ നല്ലൊരു ജിജ്ഞാസുവായി ഉയർന്ന് വിനായകനായി മാറാൻ പറ്റും. അതിന് നമ്മുടെയൊക്കെ അഹന്തയാകുന്ന കൊമ്പൊടിക്കണം. എന്നിട്ട് അതുകൊണ്ട് വേണം എഴുതാൻ, വിനായകൻ എഴുതിയതുപോലെ അല്ലേ? അഴകൊടു ഭാരത യുദ്ധം അദ്രിയിന്മേൽ മുഴുചെവിയൻ മുറി കൊമ്പ് കൊണ്ട് മുന്നം എഴുതി നിറച്ചു എന്ന് ഗുരു എഴുതിയിട്ടില്ലേ? അപ്പൊ നമ്മുടെയൊക്കെ അഹന്തയുണ്ടല്ലോ, ഞാനെന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു അഹങ്കാരമുണ്ട്. ഇതെപ്പോൾ ഓടിക്കുന്നോ അന്ന് നാം ഗുരുവിലേക്ക് അടുക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ഞാൻ ഉൾപ്പെടെ എൻ്റെ ധാരണ വെച്ചുകൊണ്ട് ഗുരുവിനെ അളക്കാൻ ശ്രമിക്കും. ഞാനൊരു കവിയാണെങ്കിൽ ആ കാഴ്ചപ്പാടിലൂടെ ഗുരുവിലേക്ക് നോക്കും. ഗുരു ഒരു കവിയാണ്, ഞാൻ അവിടെ ഒതുക്കും ഗുരുവിനെ, എന്നിലേക്ക് വലിച്ചു നിർത്താൻ ശ്രമിക്കും. ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഗുരു ഒരു നല്ല വിപ്ലവകാരിയാണ്. ഇനി ഒരു സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഇങ്ങനെ സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ഗുരുവിന് മാർക്കിടുന്നവരാണ് നമ്മൾ. ഗുരു ഇതെല്ലാമാണ്, ഗുരു ഇതിനുപരിയാണ്, ഗുരുവിനപ്പുറം വേറൊന്നുമില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കി വേണം ഗുരുവിലേക്ക് ചെല്ലുവാൻ. അപ്പോൾ ഗുരുവിലേക്കുള്ള അകലം മാറും. അപ്പോൾ ഈ സംസാരമാവുന്ന സാഗരം നീന്തി കടക്കുവാനുള്ള ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ദൈവദശകം. അതിലെ സംസാര സാഗരത്തെയാണ് ഗുരു ആദ്യം അവതരിപ്പിക്കുന്നത്. ഭവാബ്ധി. ഈ ഭവാബ്ധി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഹൃദയമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹൃദയം ഭയങ്കര കലുഷിതമാണ്, ഒരു സമാധാനവുമില്ല, ഹൃദയശുദ്ധിയില്ല, ഹൃദയത്തിന് വിശാലതയില്ല. ഹൃദയവിശാലത എങ്ങനെ ഉണ്ടാവും? അതിനുവേണ്ടിയാണ് ഗുരു എഴുതി തന്നത്. ഇത് പ്രാർത്ഥിക്കുക, ഇതിനെ അറിയുക, അതിനെ അറിഞ്ഞ് ജീവിക്കുക. അകവും പുറവും തിങ്ങുന്ന മഹിമാവ് തന്നെയാണ് ഈ കാണുന്നതെല്ലാം എന്ന് കാണുമ്പോൾ നീയും ഞാനുമില്ല, ഉള്ളത് നമ്മളാണ്, ഞങ്ങളാണ്. ഗുരു ഏതെങ്കിലും കൃതിയിൽ, പ്രത്യേകിച്ച് ദൈവദശകത്തിൽ ഞാനെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കെന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? പലരും തെറ്റായി ചൊല്ലാറുണ്ട്, എന്നുള്ളിലാകണമെന്ന്. എന്നുള്ളിലല്ല, നീ നിന്ന് ഉള്ളിലാകണം. അപ്പൊ ഗുരു
ഗുരു ഞാനെന്നൊരു വാക്ക് എവിടെ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചിട്ടുള്ളത് ഗദ്യപ്രാർത്ഥനയിൽ മാത്രമാണ്. അത് വ്യക്തിഗതമായി ഇരുന്ന് ധ്യാനിക്കാനുള്ള ഒരു മന്ത്രമാണ്. ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് അത് നമുക്ക് വേണ്ടി നമ്മൾ ലോകത്തുള്ള മാനവർക്ക് മൊത്തം പ്രാർത്ഥിക്കാൻ പറ്റുന്ന, ധ്യാനിക്കാൻ പറ്റുന്ന, ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ദൈവദർശകത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, എന്നെയല്ല ഞങ്ങളെ, അല്ലേ? എല്ലാം ഞങ്ങൾക്കും ഞങ്ങളുമാണ്. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാനുമില്ല നീയുമില്ല, ആ ഒരു പരമമായ സത്യത്തിലേക്കാണ് നമ്മളെ ഗുരു കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്ന ചെറിയ വാക്കുകളെ പോലും നാം മനസ്സിലാക്കുമ്പോൾ ഈശാവാസ്യമിതം സർവം, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഇവിടെയുള്ള സർവചരാചരങ്ങളിലും ഈ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന തലത്തിലേക്ക് വരുമ്പോഴാണ് നാം ജീവിതം നയിക്കുന്നവരാകുന്നത്. പാണ്ഡിത്യമുള്ളവരല്ല കേട്ടോ. പാണ്ഡിത്യം എന്ന് പറയുന്നത്, ഒരിക്കൽ വാഗ്ഫടാനന്ദ ഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സുകുമാര അഴീക്കോടിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിച്ച ആളാണ് അദ്ദേഹം. നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു. ഇപ്പൊ ഗുരു ഇങ്ങനെ പ്രതിഷ്ഠകളൊക്കെ നടത്തി മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷേത്രങ്ങളും ഒക്കെ പ്രവേശിച്ചിട്ടുണ്ട്. ഗുരു ക്ഷേത്രപ്രവേശനം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിംസിന് ഇനി പള്ളി ആവശ്യമുണ്ടെങ്കിൽ നാം അത് പണി കഴിപ്പിച്ചു കൊടുക്കാം എന്ന്. അവർക്ക് ആവശ്യമില്ലായിരുന്നു, ഉണ്ടായിരുന്ന അതൊന്നും ചെയ്തു കൊടുത്തേനെ ഗുരു. അപ്പൊ അന്നുള്ള ആൾക്കാരുടെ ആവശ്യാനുസരണമാണ് ഗുരു ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ മുഴുപട്ടിണി ഇരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഇലയിട്ട് ഊണ് കൊടുക്കണം, അല്ലേ? അവർക്ക് എന്താണോ നിഷേധിച്ചിരുന്നത് അത് ആദ്യം കൊടുക്കുക. അത് ഒന്നാമത്തെ പടിയാണ്. അതിൽ നിന്ന് വരണം, അതിൽ നിന്ന് അറിവിലേക്ക് വരണം. അതാണ് ഗുരു ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ക്ഷേത്രപ്രവേശനങ്ങളൊക്കെ നടത്തിയത് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ ഈ വാഗ്ഫടാനന്ദൻ ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ആ നാട് മുഴുവൻ കല്ല് നാട്ടി നടക്കുക അല്ലേ എന്ന്. നാട് നീളെ കല്ല് നാട്ടി നടക്കുക അല്ലേ എന്ന് ചോദിച്ചു. ഗുരു വളരെ സൗമ്യമായി പറഞ്ഞു, നാം നാട്ടുന്നതല്ല ഉള്ളൂ, ചുമക്കുന്നില്ലല്ലോ. രണ്ടർത്ഥമുണ്ട്. വാഗ്ഫടാനന്ദൻ കാതിൽ കടുക്കനിട്ടിട്ടുണ്ട്, കല്ലുണ്ടായിരുന്നു. ഇനി അതിൻ്റെ യോഗയുക്തി വെച്ച് നോക്കിയാൽ ഗുരു പറഞ്ഞത് വേറൊരർത്ഥമുണ്ട്. ഇത് തലയിൽ ചുമന്നിട്ട് കാര്യമില്ല. അദ്വൈതത്തെ ഹൃദയം കൊണ്ട് ജീവിക്കാൻ കഴിയണം, അല്ലേ? ഒന്ന് ഉരുകണം. ലോകത്തുള്ള ഗുരുക്കന്മാരെല്ലാം മല കയറിയവരാണ്. മല കയറി തപസ് ചെയ്തു, സത്യത്തിൻ്റെ നടുനിലയിലിരുന്നു, അവിടെ ഉറച്ചു, ഉപവിഷ്ടരായി, സത്യത്തിൽ ഉറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സൈഡിൽ കൂടെ തിരിച്ചിങ്ങ് ഇറങ്ങിയില്ലേ? ഗുരു മരുത്വാമല കയറിയിട്ട് തിരിച്ചിറങ്ങി. ഈ മലകയറ്റവും മലയിറക്കവും നിങ്ങൾ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയോ? ഭഗവത്ഗീതയുടെ ആദ്യ പകുതി 9 അധ്യായങ്ങൾ ഈ മലകയറ്റമാണ്. അതെങ്ങനെ ജീവിതത്തിൽ, അതായത് തത്വം എങ്ങനെ ഉൾക്കൊള്ളാമെന്നാണ് പകുതി വരെ പറയുന്നത്. പിന്നെ അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നാണ് താഴോട്ടിറക്കുമ്പോൾ നമുക്കറിയുന്നത്. ആത്മോപദേശം എടുത്താലും അത് തന്നെ, ആത്മോപദേശകം എടുത്താലും അത് തന്നെ. 50-ാം ശ്ലോകം വരെ ഒരു മലകയറ്റമാണ്. തിരിച്ച് എങ്ങനെ ഇറങ്ങണം എന്നാണ്. ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് കട്ടയായിട്ടിരിക്കും, വലിയ മലയുടെ മുകളിൽ, അല്ലേ? എന്നിട്ട് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? സൂര്യൻ്റെ ചൂടേറ്റ് അതൊന്ന് ഉരുകി ഒലിക്കണം താഴോട്ട്. ഉരുകി ഒലിച്ചതൊരു വലിയ മഹാനദിയായിട്ട് താഴേക്ക് പ്രവഹിക്കുമ്പോഴാണ് ഇനി താഴേ അറ്റം വരെയുള്ളവർക്ക് കുളിർമയുള്ള ജലം ലഭിക്കുന്നൊരു ഒരു അനുഗ്രഹമായി അത് മാറുന്നത്. ഈ ലോക ഗുരുക്കന്മാരുടെ എല്ലാം ജീവിതം അങ്ങനെ ആയിട്ടുള്ളതാണ്. അവർ ഹൃദയം കൊണ്ട് ജീവിച്ചവരാണ്, മനുഷ്യന് പ്രാധാന്യം കൊടുത്തവരാണ്, അതുകൊണ്ട് തന്നെയാണ് ഗുരു അനുകമ്പാദശകം എന്ന കൃതി എഴുതിയത്. ഗുരു മനുഷ്യന് പ്രാധാന്യം മാത്രമേ കൊടുത്തോ എന്ന് നോക്കേണ്ടി വരും. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും
അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളൻപനുകമ്പമൂന്നിനും പൊരുളൊന്നാണ് ഇത് ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണ് ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണു ജീവി 9 അക്ഷരങ്ങളുള്ളൊരു മന്ത്രമാണ്. ഒന്നും വേണ്ട, നിത്യവും സദാസമയവും ഇത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നടന്നാൽ നമ്മൾ തന്നെ അറിയാതെ അരുളുള്ള ജീവിയായി പോകും. അരുളില്ലാത്തവരെ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവരെ ജീവിയായിട്ട് പോലും പരിഗണിക്കേണ്ടെന്നാണ് ഗുരു പറയുന്നത്. ഏത് ജീവിക്കാ സ്നേഹമില്ലാത്ത അല്ലേ? ഏത് ജീവിക്കാ സ്നേഹമില്ലാത്ത? സ്നേഹമില്ലാത്ത ഈ അരുളെന്ന് പറയുന്നത് വെറും സ്നേഹമല്ല കേട്ടോ, നിരുപാധിക സ്നേഹം. ഒരു ഉപാധികളുമില്ല. ഞാൻ അവനെ കുറച്ച് സ്നേഹിച്ചാലേ എനിക്ക് നാളെ 10 രൂപ ചോദിച്ചാൽ കടം കിട്ടൂ എന്നുള്ള സ്നേഹമല്ല. ഒരു ഉപാധികളുമില്ല. ഞാൻ അവനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിൽ സ്നേഹിക്കുവാൻ ഉപദേശിച്ച യേശുവിനെ ഒന്ന് ഓർത്തുപോയി. ഗുരു ആരെയാണ് ഉൾക്കൊള്ളാത്തത്? ഗുരു എല്ലാവരെയും സ്വീകരിച്ചാണ് അല്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഗുരു പറഞ്ഞില്ലേ? ഈ അയൽക്കാരൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ആണിതെന്ന് പറയാറായിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഗുരുവിന്റെ പ്രതീക്ഷയാണ്, ഇതുവരെ ആയിട്ടില്ല. സോദരത്വേന എന്ന വാക്കിനെ നമ്മൾ എടുത്താൽ ഈ പറഞ്ഞ അയൽക്കാരനെ കാണാം. തൊട്ടു വീട്ടിലെ അയൽക്കാരൻ മാത്രമല്ല. പണ്ട് ഗുരു ഒരു സംസാര വേളയിൽ, ഞാനിപ്പോൾ നിർത്താം ഒരു 10 മിനിറ്റ് കേട്ടോ, സംസാര വേളയിൽ മരുമക്കത്തായം മക്കൾത്തായം ആ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, മരുമക്കത്തായം വേണോ മക്കത്തായം വേണോ, ഇനിയിപ്പോൾ അയൽവക്കത്തായം വേണോന്ന്. ഗുരുവിന്റെ മറുപടിയാണ്. ആരെങ്കിലും സമ്മതിക്കുമോ? അയൽവക്കത്തുള്ളവന് സ്വത്തില്ല, എൻ്റെ സ്വത്തിൻ്റെ കുറച്ചും കൊടുക്കാം. സമ്മതിക്കുമോ ആരെങ്കിലും? അത്രയ്ക്ക് ഹൃദയവിശാലതയുള്ളവരായി മാറുമ്പോഴാണ്, അത്രയ്ക്ക് ഹൃദയവിശാലതയുള്ളവരായി നാം മാറുമ്പോഴാണ് ഈ ദൈവദശകത്തിന്റെ 1-ാമത്തെ സാഗരത്തെ നമ്മൾ കാണുന്നതിൽ നിന്നും ആഴമേറും നിന്മഹസാമാഴിയാകുന്ന ഹൃദയമായി, ഹൃദയവിശാലമായി ഈ ലോകത്തോളം പരന്ന അല്ലെങ്കിൽ ഈ വിശ്വത്തോളം പരന്നൊരു വിശാല ഹൃദയമുള്ളവരായി, ഹൃദയശുദ്ധിയുള്ളവരായി നാം മാറുന്നത്. ആ ഹൃദയശുദ്ധിയുള്ളവരായി മാറുന്ന നിമിഷം മുതൽ നമുക്ക് ഗുരു ഓഫർ ചെയ്യുന്നത് സുഖമാണ്. എന്ത് സുഖം? ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തൽക്കാലത്തേക്ക് കിട്ടുന്ന മധുരമല്ല. ഒരു കാറ് മേടിക്കുന്ന ഉടനെ തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ അതിൽ കൂടിയ കാറ് മേടിക്കുമ്പോൾ വിട്ടുപോകുന്ന സുഖമല്ല. പിന്നെയോ ആഴണം വാഴണം, നിത്യം വാഴണം വാഴണം സുഖം. നിത്യം വാഴുന്ന സുഖമാണ്, അത് ആനന്ദമാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞേ, സത്തായി നിന്ന് ഉപരിചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും ഹൃത്ത് എന്ന് പറഞ്ഞത്. സത്ത് എന്നാൽ തത്വമാണ്. ഈ തത്വത്തിനെ അറിയണമെങ്കിൽ അതിന് നമുക്ക് ബോധം വേണം, നമ്മൾ ചിന്തിക്കണം അല്ലേ? സത്തായി നിന്ന് ഉപരിചിത്ത്, ചിത്താണ് ബോധം. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ, ഈ രണ്ടിനെയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു മുത്ത് കിട്ടും. അതാണ് ആനന്ദം, സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദമാകുന്ന ആനന്ദം അനുഭവിക്കുന്നതാണ് ഇത്. സദാ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്ന് ഗദ്യപ്രാർത്ഥനയിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് സദാ ചിന്തിച്ചു പോകുമ്പോഴാണ് നമ്മൾ ആ ഗുരുവിൽ അമർന്നു നിന്നുകൊണ്ട് ജീവിതത്തിനെ ഒരു ആഘോഷമാക്കുന്നത്. അപ്പോഴാണ് നാം ജീവിതം നയിക്കുന്നവരാകുന്നത്, ഹൃദയം കൊണ്ട് ജീവിതം നയിക്കുന്നവരാകുന്നത്. നമ്മളെപ്പോഴും ഈ ആധ്യാത്മിക തലത്തിനെയൊക്കെ പലപ്പോഴും ഈ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും ഒക്കെ കെട്ടുപാടിൽ നിന്നുകൊണ്ടാണ്. സനാതനം എന്ന ധർമ്മത്തിനെ ഇപ്പം പലരും എടുത്തു വെച്ച് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. സനാതനം ഇന്ത്യയുടെ മാത്രമാണെന്ന് അവലും പറയുന്നത്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ശാശ്വതമായ സത്യം, ഒരിക്കലും നാശമില്ലാത്തത്. ഇന്നലെ ഉണ്ടായതല്ല, ഇന്നുണ്ടായതല്ല, നാളെ നശിക്കുന്നതുമല്ല. ഇന്നുണ്ടായാൽ ഉണ്ടാകുന്നത് നശിക്കും. ഇവിടെ ഉള്ളതാണ് എക്സിസ്റ്റിംഗ്. വർത്തമാനമാണ്, നിത്യവർത്തമാനം, നിത്യസത്യം.
അത് ഭാരതത്തിൽ ഉണ്ടായതാണെന്ന് പറയുന്നതിനോട് അർത്ഥമില്ല. ഈ സനാതനത്തിനെ പറയാത്തത് എവിടുണ്ട്? തോമസിന്റെ സുവിശേഷം 17-ാം വാക്യം, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത വാക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ മനസ്സിൽ ഇതുവരെ തോന്നാത്ത ചിന്തയെ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇതുവരെ പറയാത്ത വാക്കിനെ ഞാൻ നിങ്ങൾക്ക് തരാം. ഖുർആൻ, റഹ്മാൻ, റഹീം, ആഖ്യാതമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അല്ലേ? റഹീം അരുൾ, റഹ്മാൻ അരുളുള്ളവൻ, സ്നേഹമുള്ളവൻ. ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ വേട്ടയാടാൻ തുനിഞ്ഞ കാട്ടാളനോട് മാനിഷാദ, അരുത് കാട്ടാള എന്ന് കൽപ്പിച്ച ആർഷഭാരത സംസ്കാരമാണ് വാൽമീകി. രണ്ട് പക്ഷികളിൽ ഒന്നിനെ വേട്ടയാടാൻ തുനിഞ്ഞ കാട്ടാളനോട് അത് പാടില്ലെന്ന് പറഞ്ഞ് ആ പക്ഷിയുടെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി ചോര വീണി ഭൂമി കളങ്കപ്പെടരുതെന്ന് ആഗ്രഹിച്ച വാൽമീകി എഴുതിയ രാമായണത്തിലെ രാമന്റെ പേരിലാണ്. ഖുറാനിൽ 100 വചനങ്ങളുണ്ട്. പരിശുദ്ധ ഖുറാനിൽ ദൈവത്തെ പറ്റി സ്തുതിക്കുന്ന. ഇതിലെ എല്ലാ വചനങ്ങളെടുത്താലും എല്ലാം അവനോട് ക്ഷമിക്കുന്നവൻ, നിന്നോട് ക്ഷമിക്കുന്നവൻ, സഹിക്കുന്നവൻ, കരുണയുള്ളവൻ എന്നുള്ള വാക്കുകളാണ്. 92 ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഗഫൂർ, സകലതും ക്ഷമിക്കുന്നവൻ. ഖുർആൻ വായിച്ചവരാണോ ഭാരതത്തിൽ കലാപം ഉണ്ടാക്കിയത്? രാമായണത്തിലെ 1-ാമത്തെ വാക്യം മാനിഷാദ, അത് വായിച്ചവരാണോ അതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കിയത്? അപ്പോൾ ഈ വർഗീയതയും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നവരൊന്നും മതത്തെ പഠിക്കാത്തവരാണ്. മതങ്ങളൊന്നും പ്രശ്നങ്ങൾക്കായിട്ടുണ്ടായിട്ടുള്ളതല്ല. മതങ്ങളിലെ സാരം അറിയാത്തവരാണ് ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നരാണ്. പാമരന്മാരാണ് മതങ്ങളുടെ പേരിൽ തമ്മിൽ സംഘടനകൾ ഉണ്ടാക്കുന്നത്. ആ ഒരു തലത്തിൽ ഗുരുവിന്റെ ദർശനം, ഇപ്പൊ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിതെന്ന് പറഞ്ഞാൽ അരുവിപ്പുറത്ത് ഇപ്പോഴും 1008 കുടങ്ങൾ കമഴ്ത്തി വെച്ചുകൊണ്ട് തന്ത്രവിദ്യ കൊണ്ട് അഭിഷേകമാടുകയാണ്. ഹിന്ദുമതത്തിന്റെ ഒരു രീതിയിലേക്ക് പോവുകയാണ്. അതിനോട് ഗുരു യോജിക്കുമോ? ഗുരുവിന്റെ ശിവൻ ഹിന്ദുവിന്റെ അല്ല. ഹിന്ദു എന്ന വാക്കല്ല, മനുഷ്യന്റെ ആണ്. ശിവൻ എന്നാൽ ഏകസത്യമാണ്. സത്യത്തിന്റെ പ്രതീകമാണ് ശിവൻ. ഏകസത്യത്തിന്റെ പ്രതീകം. നാശമില്ലാത്തതാണ് ശിവൻ, ശവമാവാത്തത് സത്യം. അതെല്ലാവർക്കും സ്വീകാര്യനാണ്. അതുകൊണ്ടാണ് ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം മാം ഇത് നാളെ ഇൻ ഫ്യൂച്ചർ അങ്ങനെ ആവണം. അങ്ങനെ ആവേണ്ടത് നമ്മുടെയുള്ള ഒക്കെ ഓരോരുത്തരുടെയും ചിന്താഗതിയിലൂടെ ആവണം. ആ ഒരു തലത്തിലേക്ക് നാം ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെയും ആ ഒരു തലത്തിലൂടെ ഉയരാൻ കൂടിയാവണം. ആരണം ക്രിയകൾ മല്ലാടുകില്ലെന്ന് ഗുരു എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുമ്പോഴും വൈദിക കർമ്മങ്ങൾ ഏർപ്പെടുമ്പോഴും അതിലെ വൈദികരായിട്ടുള്ളവർ ഇതിന്റെ സത്യത്തെ പറഞ്ഞു കൊടുക്കാതെയാണ് ഇന്നത് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകൾ അതിൽ തളച്ചിടപ്പെടുന്നത്. ഗുരു അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ജന്യനവരത്നമഞ്ജരിയിൽ തന്നെ. ആരണം ക്രിയകൾ മല്ലാരുമില്ല എന്ന്. മതി ഈ സല്ലാപം ഒന്ന് മതി. ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി, ഈ സല്ലാപം ഒന്ന് മതി. എല്ലാവരും തിരയും ഉല്ലാഘബോധജനനി. അത് സിദ്ധാനുഭൂതികൾക്കൊക്കെ എത്താത്ത തലമാണ്. സിദ്ധികൾ കാണിക്കുന്ന സിദ്ധന്മാരുടെ തലം. നമ്മൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി നടക്കുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ തലത്തിനൊക്കെ ഉപരി സത്യത്തെ അറിഞ്ഞ് സത്യത്തെ ബോധ്യപ്പെട്ട്, വിശ്വാസത്തിനപ്പുറമാണ് ബോധ്യം. പഞ്ചസാര കഴിച്ചവന് പഞ്ചസാരയുടെ ചിത്രം കാണേണ്ട കാര്യമില്ല, അവൻ അനുഭവമാണ്. ആ ഒരു തലത്തിലേക്കാണ് നമ്മെ ഗുരു ഉയർത്തുന്നത്. അതിലേക്ക് ഉയരാൻ നാം കൂടി ഗുരുവിന് നിന്നു കൊടുക്കണം. ഗുരുവിന് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടതിൽ നമ്മൾ ചെയ്യണം. സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഗുരു പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പലപ്പോഴും പലരെയും അനുകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഗുരുവാണ് ഏറ്റവും കൂടുതൽ. ഈ ഗുരുക്കന്മാരെല്ലാം തന്നിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, സ്വാതന്ത്ര്യം എന്ന വാക്കിനെ തെറ്റായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നാൽ സ്വയം ആശ്രയിച്ച് ജീവിക്കുക എന്നാണ്. നമ്മൾ നമ്മളെ തന്നെ ആശ്രയിച്ച് ജീവിക്കുക. ഈ ലോകത്തുള്ള ഇഷ്ടംപോലെ കുട്ടികളെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒത്തിരി ട്രെയിനേഴ്സ് ഉണ്ട്. അവരൊന്നും കുട്ടികളെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ട്
ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ആക്കാമെന്നാണ് പറയുന്നത്. എന്ത് കാര്യം? എടാ ഞാനായിട്ട് ജീവിക്കണ്ടേ? യൂസഫ് അലി ഉസ്താദിനെ പോലെ ആക്കണമെന്നാണ് പറയുന്നത്. എന്ത് കാര്യം? ഞാൻ എന്നെ അറിഞ്ഞ് എന്നിലൂടെ ഈ പ്രകൃതിയെ മുഴുവൻ അറിഞ്ഞ് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള സത്യത്തിൽ നിൽക്കുന്നവന് അവൻ സത്യത്തിൽ നടുനിരയിൽ ബോധ്യത്തിൽ ഉറച്ച് ജീവിതം നയിക്കും. അതിലേക്ക് ഉയരുവാനുള്ള ഏറ്റവും മഹത്തായ മന്ത്രം ഗുരു തന്നിട്ടുണ്ട്. ഗുരു തന്നിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും അത് തന്നെയാണ്. എങ്കിലും വളരെ സിമ്പിളായിട്ട് സൗമ്യമായിട്ട് ആർക്കും ചൊല്ലാവുന്ന അരുളുള്ളവനാണ് ജീവി. എപ്പോഴും ചൊല്ലുക, അതിനെ ഉൾക്കൊള്ളുക. ആഴത്തിൽ വർഷങ്ങളോളം ചിന്തിച്ചാലും തീരാത്ത ആഴപ്പരപ്പുണ്ട് ഗുരുവിൻ്റെ കൃതിക്ക്, അല്ലെങ്കിൽ ഗുരു എഴുതിയിട്ടുള്ളതിനെല്ലാം. ഇപ്പം നമ്മൾ ഈ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ തലത്തിനൊക്കെ അപ്പുറം ഈ ലോകമാകെ ഒന്നായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വിശ്വമാനവികതയുടെ മന്ത്രമാണ് ഗുരുവിൻ്റെ ദർശനത്തിലൂടെ നമുക്ക്, അല്ലെ എല്ലാ ഗുരുക്കന്മാരിലൂടെയും തന്നിട്ടുള്ളത്. ഗുരു അതിനെയെല്ലാം മൂല്യം നവീകരിച്ച് നമുക്കെല്ലാവർക്കും, ഒരു സാധാരണക്കാർക്ക് പോലും ചൊല്ലാവുന്ന രീതിയിൽ പല വാക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നമ്മളതിനെ ഉൾക്കൊണ്ട് ജീവിച്ച് ജീവിതം നയിക്കുവാൻ പ്രാപ്തമാവുന്ന തലത്തിലേക്ക് ഉയർത്താനാവണം ഇങ്ങനെയുള്ള വേദികൾ. അതിന് എല്ലാവർക്കും ഇനിയും കഴിയട്ടെ. അതിലൂടെ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാവട്ടെ, ഓരോരുത്തരും ജീവിതം എല്ലാവർക്കും നയിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അരുളുള്ളവനാണ് ജീവി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ പ്രഭാഷകനല്ലെന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ തിരുത്താം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ റീപ്ലേസ് ചെയ്യും. ഓരോ സെക്കൻഡും നമ്മളെ സംസ്കരിക്കണം. അതിലൂടെ നമുക്ക് ഉയരാൻ പറ്റൂ. ആരെന്നെ തിരുത്തിയാലും തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാവുന്നതിനെ പറയും. ഇല്ലെങ്കിൽ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ട് ഞാൻ പറയും. അരുളുള്ളവനാണ് ജീവി.